കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുത്തിരിക്കെ എ.കെ. ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി കെ സുധാകരൻ. 10 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു. എന്താണ് സംസാരിച്ചതെന്ന് താൻ പറയില്ല എന്നും പല നാട്ടുകാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാകുമായിരുന്നു എന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യുവ നേതാക്കന്മാരൊക്കെ കൂടി ഒന്നിച്ചു ചേർന്ന് സുധാകരനെ പുറത്താക്കാൻ വേണ്ടി അണിയറയിൽ നീക്കങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് സുധാകരൻ മുതിർന്ന നേതാവായ എ.കെ. ആന്റണിയെ കാണാനുള്ള തീരുമാനമെടുത്തത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സുധാകരനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ആന്റണിയെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ എന്താണ് എന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ സുധാകരൻ തയ്യാറായില്ല. എ.കെ. ആന്റണി സുധാകരന് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചർച്ചകളിൽ ആന്റണിയുടെ സാന്നിധ്യം ഇനി ഉറപ്പിക്കാം. സുധാകരനെ തന്നെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിനോട് താല്പര്യമാണ് എ.കെ. ആന്റണി പ്രകടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് കോൺഗ്രസ് നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും ആന്റണി തന്നെ നേരിട്ട് അറിയിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. യുവ നേതാക്കന്മാരൊക്കെ തനിക്കെതിരെ തിരിഞ്ഞ സ്ഥിതിക്ക് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാകൂ എന്ന് സുധാകരന് ഉറപ്പായി. മാത്രമല്ല, ഇനി എന്തെങ്കിലും കാരണവശാൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് തനിക്ക് കൂടി ഇഷ്ടപ്പെട്ട ആളിന് തന്നെ ആയിരിക്കണമെന്നും തനിക്ക് പാർട്ടിയുടെ തന്നെ ഉയർന്ന ഒരു പദവിയിലേക്ക് ക്ഷണമുണ്ടാകണമെന്നും സുധാകരൻ ഉറപ്പിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെയും ഖർഗെയുമായുള്ള ചർച്ചയിൽ സുധാകരൻ തുറന്നു പറഞ്ഞിരുന്നതുമാണ്. എന്നാൽ അതിനുശേഷം തന്റെ നിലപാട് മാറ്റിക്കൊണ്ട് പാർട്ടിക്കെതിരെ ശക്തമായി പ്രതികരിച്ചതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ സുധാകരനെതിരെ അതിശക്തമായ ഭിന്നിപ്പ് ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എ.കെ. ആന്റണിയെ നേരിട്ട് കണ്ട് പിന്തുണ ഉണ്ടാകണമെന്ന് സുധാകരൻ അഭ്യർത്ഥിച്ചത്. കേരളത്തിലെ മുതിർന്ന നേതാവിന്റെ പിന്തുണ ലഭിച്ചതോടുകൂടി താൻ വിചാരിച്ച രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ അടുക്കുമെന്ന് ശുഭപ്രതീക്ഷയിലാണ് സുധാകരൻ. എന്നാൽ ആരെന്ത് പറഞ്ഞാലും ഇനി നിലപാട് ഹൈക്കമാൻഡ് തന്നെ എടുത്താൽ മതിയെന്നും അത് എത്രയും പെട്ടെന്ന് വേണമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ച രീതി വളരെ മോശമായി പോയി എന്നും ഒക്കെയുള്ള നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ്. കെ.പി.സി.സി നേതൃമാറ്റത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയുമാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. പുതിയ അധ്യക്ഷനായ ആന്റണിയെ നിയമിക്കുമെന്നാണ് വിവരം. മുതിർന്ന നേതാക്കളുടെ പിന്തുണ ആന്റണി ഉറപ്പിച്ചിട്ടുണ്ട്. അതൃപ്തനായ കെ സുധാകരനെ അനുനയിപ്പിക്കാനാകും ഇനി ശ്രമമുണ്ടാവുക. സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങൾ ഒരു മുന്നറിയിപ്പാണെന്ന വിലയിരുത്തലുമുണ്ട്. നേതൃമാറ്റം നടപ്പിലാക്കിയാൽ സുധാകരൻ രൂക്ഷമായി പ്രതികരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ സുധാകരനുമായി സംസാരിക്കും. എ.കെ. ആന്റണിയുടെ നിലപാടും അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യവും ഇനി കണ്ടറിയാം.